റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ നിങ്ങൾ അതുപോലെ തിരിച്ചു ചെയ്യാൻ ശ്രമിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ കടം വീടും വരെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നേ ചായയും ഫലാഫിലും കുടിച്ചിറങ്ങി 30 ബില്ലായി. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന 50 കൊടുത്ത ഉടനെ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഇതിവിടെ പോകൂല കൂട്ടിയെ. ഏതാ നോട്ട് തരോ? ഈ കാണുന്ന നോട്ടാണ് ഞാൻ കൊടുത്തത്. എന്താ കാക്കോ ഇത് പോകാത്തേ? അപ്പൊ പറഞ്ഞു, കണ്ടില്ലേ അതിന്റെ അടിയിലൊരു ചെറിയ കീറി, ഇവിടെ പോകൂല. ഇത് വലിയ കീറലൊന്നും ഇല്ലല്ലോ. ഇനി കീറലിൽ ഉണ്ടെങ്കിൽ തന്നെ നിയമപ്രകാരം പകുതിയിലേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മൂല്യം കിട്ടുമല്ലോ കാക്കുവാർ. അതൊന്നും നടക്കൂല, പോകൂല. എന്നാ ഈ ഒരു കാര്യം കാട്ടി നമ്മളെ അടുത്തുണ്ട് കുറെ 10-ന്റെ 20-ന്റെ നോട്ട്, കീറിയ നോട്ടാള് എടുക്കു വെച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 50 നോട്ട് എടുത്തിട്ട് ബാക്കിയായിട്ട് എനിക്ക് അത് തന്നോളി, ഞാൻ എടുത്തോളാർ. അതൊന്നും പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ കടായിട്ട് വെക്കാം, ഇൻഷാ അള്ളാ ഞാൻ അടുത്ത പ്രാവശ്യം കൂടെ വരുമ്പോ നിങ്ങൾക്ക് ആ 30 തരാം. എന്താ ചെറുക്ക പറയണേ? മഞ്ചേരി അങ്ങാടിയിൽ കടത്തിന് കച്ചവടം ചെയ്യേ. എന്നാ പിന്നെ അപ്പൊ എന്താ ചോദിച്ചിട്ട് മൂപ്പരെന്നെ പറഞ്ഞു, എന്നാ ഈ 50 ഇവിടെ വെക്കാം, എന്നിട്ട് എന്നാണ് 30 കൊണ്ടിരുന്നേ അന്ന് എനിക്ക് എന്റെ 30 തിരിച്ചരാ. പഠിച്ച തമ്പുരാനെ കാക്ക, എനിക്ക് പാണ്ടിക്കാട് എത്തണം, പോകാൻ കയ്യിൽ പൈസ ഇല്ല, ആകെ 10 റുപ്യ 2 റുപ്യ ചില്ലറേ ഉള്ളു. ഇങ്ങനെ ഞാൻ പാണ്ടിക്കാട് പോവാം. അപ്പോഴാണ് നല്ല സുമനസയായ ഒരു എനിക്ക് ആ കാക്കാനോട് പറഞ്ഞു, ആ പൈസ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. ഉടനെ പൈസ കൊടുക്കും. എന്റെ മൈൻഡ് ബ്ലാങ്കായി. എനിക്ക് അതുകൊണ്ട് പ്രതികരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞില്ല. എനിക്കൊരു താങ്ക് യു എന്നുള്ള വാക്കിൽ മാത്രം ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ നിങ്ങൾ അതുപോലെ തിരിച്ചു ചെയ്യാൻ ശ്രമിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ കടം വീടും വരെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സാഹചര്യത്തിൽ എനിക്ക് ആ ഗൂഗിൾ പേ നമ്പർ കിട്ടില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അള്ളാഹു അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധിയും ബറക്കത്തും നൽകുമാറാകട്ടെ.